ഹലോ, ഇന്ന് നമുക്കിത് ഈ ഒരു തുണിയുടെ പീസ് കൊണ്ട് നമുക്കൊരു ഹെയർ ക്ലിപ്പ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 10 സെൻറ്റിമീറ്റർ നീളത്തിലുള്ളൊരു തുണി എടുത്തേക്കാം കേട്ടോ. 3 സെൻറ്റിമീറ്റർ വീതിയുമുള്ളൊരു തുണിയാണ്. ഇനി നമുക്കിതിനെ ഇതുപോലെ രണ്ടായിട്ട് മടക്കാം. ഇനി നമുക്കിത് ഇതിൻ്റെ ഒരു സൈഡ് നമുക്ക് ഇങ്ങനെ നേരെ സ്റ്റിച്ച് ചെയ്യാം, സ്ട്രെയിറ്റ് ആയിട്ട് കേട്ടോ. അപ്പോൾ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി അടുത്ത സൈഡ് ഇതുപോലെ തന്നെ ഒരു സൈഡിൽ നിന്ന്, അതായത് നമ്മളുടെ ഈ താഴത്തെ അറ്റത്ത് നിന്ന് മുകളിലെ അറ്റത്തോട്ടല്ല, കുറച്ചിങ്ങോട്ട് നമ്മുടെ ഒരു ഇടത്ത് ഭാഗത്തേക്ക് ഇത്തിരി നീക്കി വേണം ചരിച്ചു തുന്നണം കേട്ടോ. അപ്പോൾ അതുപോലെ തുന്നിയെടുക്കാം കേട്ടോ. അങ്ങനെ തുന്നിയതിന് ശേഷം ആ ചരിച്ച പോലെ തുന്നിയ പോലെ തന്നെ നമുക്കതിനെ ഒന്ന് ആ പീസ് വെട്ടിക്കളയാം. അതിന് ശേഷം ഇതിനെ മടക്കാം. അപ്പോൾ ആ തുന്നിയ ഭാഗം ഉള്ളിലേക്ക് പോകുന്ന രീതിയിൽ ഇതിനെ മടക്കിയെടുക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഈ അറ്റം മടക്കിയതിന് ശേഷം ഇതിൻ്റെ ഈ അറ്റം, അതായത് 2 പീസ് ഒരുമിച്ച് നിൽക്കുന്ന ആ ഒരു അറ്റം നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ മുഴുവനായിട്ടും തുന്നിക്കൊടുക്കാം. അപ്പോൾ ആ അറ്റത്തായിട്ട് നമുക്ക് തുന്നിക്കൊടുക്കാം കേട്ടോ. മറ്റേ അറ്റം വരെ നമുക്ക് തുന്നിക്കൊടുക്കാം. ഇതുപോലെ തുന്നിയതിന് ശേഷം നമുക്ക് നൂല് പതുക്കെ ഒന്ന് വലിച്ച് അതിനെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, അത് ടൈറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇതുപോലെ ചുരുണ്ട് വരും. അപ്പോൾ ഇതൊരു ഫ്ലവറിൻ്റെ രൂപത്തിലായി കിട്ടും കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യാം, ആ നൂല് നല്ലോണം വലിച്ച് ടൈറ്റ് ചെയ്യണം. ഇനി ടൈറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ആ ഒരു നടുഭാഗം നമുക്ക് നല്ലപോലെ തുന്നിക്കൊടുക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ടൊന്ന് തുന്നിക്കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് ഒരുമിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളതുപോലെ തുന്നിക്കൊടുക്കുന്നത്. ഇനി നമുക്കിത് ഈ ഒരു ബീറ്റ് എടുത്തിട്ട്, നിങ്ങളുടെ കയ്യിലുള്ള എന്ത് സൈസ് ബീറ്റാണോ അതെടുക്കാം. അതെടുത്തിട്ട് ഇതിൻ്റെ നടുഭാഗത്തായിട്ട് നമുക്ക് ഇതിനെ തുന്നിക്കൊടുക്കാം. കണ്ടോ, ഇപ്പം നല്ല ഭംഗിയായിട്ടൊരു ഫ്ലവർ കിട്ടിയില്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ അലിഗേറ്റർ ക്ലിപ്പ് എടുത്തിട്ട് അലിഗേറ്റർ ക്ലിപ്പിൽ ഈ ഒരു പീസ്, ഒരു ചെറിയൊരു പീസ് എടുത്തിട്ട് നമുക്ക് ഇതുപോലെ മടക്കി നമുക്ക് അലിഗേറ്റർ ക്ലിപ്പിൽ ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ അലിഗേറ്റർ ക്ലിപ്പിൻ്റെ മുകളിലായിട്ട് ഈ ഒരു മുകളിലായിട്ട് നമുക്ക് കുറച്ച് പശ തേച്ചിട്ട് ഈ ഒരു ഫ്ലവറിനെ നമുക്കവിടെ ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമുക്കിത് നല്ല ഭംഗിയുള്ളൊരു ഫ്ലവർ ക്ലിപ്പ് റെഡിയായി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക്